ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് തന്നെ. കോൺഗ്രസ് നേതൃത്വവുമായുള്ള ശശി തരൂരിന്റെ ഏറ്റുമുട്ടൽ ഒരു സംയമനത്തിന് വഴിമാറാനുള്ള സാധ്യത വിരളമാണെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ കോൺഗ്രസ് ദേശീയ നേതൃത്വം. അതേസമയം പാർട്ടിയുടെ ഭാഗമായി നിന്ന് പാർട്ടിയെ വെട്ടിലാക്കുന്ന ശൈലി തുടരാൻ തരൂരിനെ അനുവദിക്കരുത് എന്ന നിലപാടിലാണ് ഹൈക്കമാൻഡിലെ മറ്റൊരു വിഭാഗം. സമാന മനസ്കരെ ഒപ്പം നിർത്തി പാർട്ടിയെ പിളർത്താനുള്ള നീക്കമാണോ തരൂർ നടത്തുന്നത് എന്ന സംശയമാണ് കോൺഗ്രസ് പാളയത്തിൽ ബലപ്പെടുന്നത്. അതേസമയം BJP താവളത്തിലേക്ക് ചേക്കേറാനുള്ള വഴിയൊരുക്കലായി നിലവിലെ സാഹചര്യങ്ങളെ വിലയിരുത്തുന്നവരും കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട്. എന്നാൽ പാർട്ടി നിലപാടിന് വിരുദ്ധമായ സമീപനം ശശി തരൂരിന്റെ ഭാഗത്തുനിന്ന് തുടർന്നാൽ പ്രവർത്തക സമിതി അംഗം എന്ന പരിഗണന നിലനിർത്തേണ്ടതില്ലെന്ന കടുത്ത വിമർശനം ഉന്നയിക്കുന്നവരും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിലുണ്ട്. താക്കീതിന് പ്രസക്തിയില്ലെന്നും നടപടിയാണ് വേണ്ടതെന്നുമുള്ള നിലപാടിൽ ആണ് ജയറാം രമേശ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ. അതേസമയം തിടുക്കത്തിൽ നടപടിക്ക് മുതിർന്നാൽ അത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന് തിരിച്ചടിയായി മാറുമെന്ന് നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട്. തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന കേരളത്തിലും അത് കോൺഗ്രസിന് തലവേദനയാകും എന്നാണ് വിലയിരുത്തൽ. അതിനിടെ ശശി തരൂരിനെ BJPയുടെ ഭാഗമാക്കാൻ രഹസ്യ നീക്കം നടക്കുന്നതായുള്ള സൂചനകളും ഏറുകയാണ്. കോൺഗ്രസിനുള്ളിൽ നിന്ന് കോൺഗ്രസിനെതിരെ കലാപക്കൊടി ഉയർത്തുന്ന പതിവ് ശൈലി ഇനി എത്ര നാൾ ശശി തരൂരിന് തുടരാൻ ആവുമെന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും ഉദ്വേഗം ഉണർത്തുന്നത്. ഡാൻ കുര്യൻ, News 18, തിരുവനന്തപുരം.